എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ വീണ്ടും ഒരു വീക്ക് തുടങ്ങി അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, ഓക്കെ? പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഫ്യൂച്ചർ, ഓക്കെ? ഇത്രയും നോക്കാം നമുക്ക് ഒറ്റ റീഡിങ്ങിൽ, കേട്ടോ? അപ്പോൾ കുറേശ്ശെ കാർഡ്സേ എടുക്കുള്ളൂ, കേട്ടോ? മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഇത് പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ, കേട്ടോ? അതുകൊണ്ട് ന്യൂട്രലായി നിന്ന് മാത്രം ഈ റീഡിംഗ് കാണുക, ഓക്കെ? ഒരുപാട് വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ സന്തോഷിക്കുകയോ ഒന്നും വേണ്ട, ന്യൂട്രലായിട്ട് കാണുക, ഓക്കെ? റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കേട്ടോ? ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് എനർജി എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഇന്ന് എന്താണെന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിനായിട്ടുള്ള കറണ്ട് എനർജി എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി അവർക്കായിട്ട് എന്താണ് എന്ന് പറഞ്ഞു തരും. നോക്കട്ടെ. ക്വീൻ ഓഫ് സ്വാർഡ്സ്, എന്ത് പറ്റി? കിങ് ഓഫ് കപ്സ്, മൂൺ, എന്ത് പറ്റി ക്വീൻ ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി വരാൻ? നൈറ്റ് ഓഫ് കപ്സ്, ലവേഴ്സ്, ഓക്കെ, മജീഷ്യൻ, ശരി, എയ്റ്റ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ടു ഓഫ് പെൻഡക്കിൾസ്. എന്തോ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അല്പം ദേഷ്യത്തിലിരിക്കുന്ന പോലെ, എന്തോ ഒരു പിണക്കം അവർക്ക് നിങ്ങളുടെ അടുത്തുള്ളത് പോലെ തോന്നുന്നു. ഇന്നലെ എന്താ സംഭവിച്ചേ? പിണങ്ങിയോ രണ്ടാളും? അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ബലം പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്, ഓക്കെ? അവർക്ക് വല്ലാത്ത വിഷമം തോന്നുന്ന എന്തോ ഒരു സംഭവം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. ഇൻസെക്യൂരിറ്റിയും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ അവരെക്കാൾ മറ്റൊരാളെ പ്രിഫർ ചെയ്യുന്നു എന്നൊരു ചിന്ത അവർക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. എന്ത് പെരുമാറ്റമാണ് നിങ്ങളിൽ നിന്നുണ്ടായത്? എന്തെങ്കിലും ഒരു സംസാരം അല്ലെങ്കിൽ എന്തോ ഒരു പെരുമാറ്റം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഒരു ക്വീൻ ഓഫ് സ്വാർഡ്സിന്റെ എനർജിയിലേക്ക് മുഖം തിരിച്ചിരിക്കും പോലെ, എന്നാൽ മനസ്സിൽ വളരെയധികം സ്നേഹമുണ്ട് താനും. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സങ്കടവും ദേഷ്യമൊക്കെ വന്നത്. എന്തോ ഒരു വേദനിപ്പിക്കുന്ന പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർ നിങ്ങളിൽ നിന്നൊരു അപ്പോളജി, ഒരു ക്ഷമാപണം എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്, കേട്ടോ? മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് അവർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്, കേട്ടോ? എന്ത് ദേഷ്യമായാലും എന്ത് ഇതായാലും അവർ നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല, മറക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അവർക്ക് വേദന ഉണ്ടായി, എന്നാലും അവരത് കണക്കാക്കാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്, കേട്ടോ? നിങ്ങളിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്, ഓക്കെ? നിങ്ങളിൽ നിന്നൊരു കോൾ, ഒരു മെസ്സേജ്, അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്, കേട്ടോ? പിന്നെ ഈ ചിലർക്കെങ്കിലും ഒരു ദേഷ്യത്തിനേക്കാൾ അധികം ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുക്കാം എന്നവർ ചിന്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കേട്ടോ? ക്വീൻ ഓഫ് സോർട്സ് ഒരു പ്രാക്ടിക്കാലിറ്റിയുടെയും കൂടെ കാർഡാണ്. അപ്പോൾ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട്, കാരണം പലർക്കും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നു, ടു ഓഫ് പെൻഡക്കിൾസിന്റെ കാർഡ് വെച്ചിട്ട്, കേട്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലരെങ്കിലും സ്നേഹം മനസ്സിലുണ്ടെങ്കിലും ചിലരെങ്കിലും വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു അപ്രോച്ച് എടുക്കാം എന്നുള്ള രീതിയിൽ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നു. കാരണം അവർക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു, കേട്ടോ? അതുകൊണ്ട് തന്നെ
ഒന്ന് ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കാം എന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി കറണ്ട് എനർജിയിൽ എടുക്കാം. എന്തിൻ്റെ പേരിലാണ് വഴക്ക് എന്നൊന്ന് നോക്കട്ടെ, അറിയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. 2 ഓഫ് വാൻഡ്സ്, ലോങ് ഡിസ്റ്റൻസും ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നതായിട്ടും പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ടും തീർച്ചയായിട്ടും തന്നെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ എന്തോ ഒരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ട് എന്നും കാണുന്നു. ഓക്കെ, അവരുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തോ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ കാണുന്നത്. എന്ത് തന്നെയാലും അവർ വിചാരിക്കുന്നത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിൽ എത്തണം, ക്ഷമിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അപ്രോച്ച് വരണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ന്യായമായിട്ടുള്ള കാര്യമാണല്ലോ. പേജ് ഓഫ് കപ്സ്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, വളരെയധികം ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സൺ. ദേഷ്യം, സങ്കടം, അജിറ്റേഷൻ എല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആലോചനകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ മനസ്സ് വല്ലാതെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു പെരുമാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ എനർജി അത് തന്നെയാണ്. ഇന്നലെ ആരൊക്കെ വഴക്കിട്ടു, അവരുടെ പേഴ്സണുമായിട്ട് ആരെങ്കിലുമൊക്കെ വഴക്കിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പെരുമാറിയോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ? ഇതൊരു സെപ്പറേഷൻ്റെ കാർഡായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇത് അന്നത്തെ സമയത്ത് ഒരു മനസ്സ് വിഷമം അവർക്കുണ്ടായി എന്നുള്ളതാണ്. അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് കാണുന്ന തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിലുള്ള തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് അവരുടെ കറണ്ട് എനർജി. അതായത് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ക്ലാരിഫിക്കേഷൻ, ഒരു കോൾ, ഒരു മെസ്സേജ് അവർ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ കറണ്ട് എനർജിയിൽ കാണുന്നത് കേട്ടോ. അപ്പം നമുക്കിനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് ആകെ മൊത്തം ഒന്ന് നോക്കാം, എന്നിട്ട് ഫ്യൂച്ചറും കൂടെ നോക്കാം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്. ഇന്നലത്തെ പിണക്കം അതൊന്നുമല്ല, അതല്ലാതെ ജനറലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ചിലപ്പോൾ മൾട്ടിപ്പിൾ കാർഡ്സ് റെസനേറ്റ് ആകാം, ചിലത് ഒരു പർട്ടിക്കുലർ കാർഡായിരിക്കും റെസനേറ്റ് ആവുന്നത്. ഏതാണോ റെസനേറ്റ് ആവുന്നത് അതുപോലെ മാത്രം എടുക്കുക. ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില കാർഡ്സ് നിങ്ങളുടെ ഫീലിങ്സ് ആയിരിക്കും കാണിക്കുക, അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെയും അവരുടെ പേഴ്സൻ്റെയും ഇടയിലുള്ള കറണ്ട് ഫീലിങ്സ്, കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെയും അവരുടെ പേഴ്സൻ്റെയും ഇടയിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പ്രസൻറ്റ് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. അവരുടെ ഇടയിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട്, എത്ര ദൃഢമാണ് എന്ന് കാണിച്ചു തരും. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ് ഡിവൈൻ, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. ഈ ഡെക്ക് ഉപയോഗിച്ചിട്ട് കുറേ നാളായി. എടുക്കട്ടെ. 5 ഓഫ് കപ്സ്, മിസ്സിങ് എനർജി ആണല്ലോ ആദ്യം തന്നെ. പേജ് ഓഫ് വാൻഡ്സ്, ഓക്കെ. 9 ഓഫ് കപ്സ്, സ്വീറ്റ്. പേജ് ഓഫ് കപ്സ്, കമ്മ്യൂണിക്കേഷൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, കിങ് ഓഫ് സ്വാർഡ്സ്, എന്തോ പറ്റി, ദ വേൾഡ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, മെസ്സേജ് 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 തന്നെയാണല്ലോ. Four of Wands, Hermit, Magician, Temperance. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ഡെവിൾ. ഓക്കെ, വളരെയധികം മിസ്സിങ് എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പരസ്പരം മിസ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല നിങ്ങളും തന്നെ പരസ്പരം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരു പേജിൻ്റെതായിട്ടുള്ള എല്ലാ കാർഡും തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പേജ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്,
അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പരസ്പരം ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ റെഗുലറായിട്ട് ചാറ്റ് ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, മിക്കവാറും കമ്മ്യൂണിക്കേഷനിലുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. നേരിട്ട് കണ്ട് സംസാരിക്കാറുണ്ടായിരിക്കും. എന്നാലും വീണ്ടും മെസ്സേജ് വേണം, കോള് ചെയ്യണം എന്നൊക്കെയുള്ള കണ്ടിന്യൂസ് ആയിട്ടൊരു തോട്ട് രണ്ടുപേർക്കും ഉള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരെയും തിരിച്ചും ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ലൈഫിൽ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഹാപ്പി ആണെങ്കിലും ഇവരുടെ ഒരു കുറവ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അവർക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. നൈറ്റ് ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു സ്പീഡി ആക്ഷൻ ഇനി എടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇനി വെയിറ്റ് ചെയ്യണ്ട, എത്രയും വേഗം സ്പീഡായിട്ട് ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു. എന്തോ ഒരു ചെറിയ മനസ്താപം, ഒരു വാക്ക് തർക്കം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. കറണ്ട് എനർജിയിലും അത് കണ്ടിട്ടുണ്ടായിരുന്നു. ക്വീൻ ഓഫ് സോർട്സിന്റെ എനർജി ആയിരുന്നു. എന്തോ ഒരു വാക്ക് തർക്കമോ ഒരു മനസ്താപം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും തന്നെ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാനും സാധ്യതയുണ്ട്. അത് കൂടുതൽ പ്രബലമായിട്ട് കാണുന്നു. ഓക്കെ, പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ പിക്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. 4 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളെ പറ്റി അവർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ തന്നെയാണ് കേട്ടോ. ചെറിയ മനസ്താപമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു പ്രപ്പോസൽ, നിങ്ങളുമായിട്ടൊരു ലൈഫ്, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, അതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. എന്തൊക്കെ ദേഷ്യം കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് കുറച്ച് സമയത്തേക്കുള്ളതേ ഉള്ളൂ. അന്നേരമുള്ള ഒരു വഴക്കാണത്. അത് അപ്പം തീരും. അത് സംസാരിച്ച് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങളോട് സ്നേഹക്കുറവൊന്നും അവർക്കില്ല. ഓക്കെ, അതേപോലെ ഹാമറ്റ് വെച്ചിട്ട് വല്ലാത്തൊരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടൽ അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളെക്കുറിച്ച് തന്നെ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാറുണ്ട്. നിങ്ങൾ അവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ദയവായി അവരെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം വല്ലാതെ ഒരു വിഷമ ഘട്ടത്തിൽ കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട്, മാനസികമായിട്ട് ഒരു എന്തോ ഒരു വിഷമത ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ടെമ്പറൻസ് വെച്ചിട്ട് അവരെ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പ്രാർത്ഥനകളിലും മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ മെഡിറ്റേഷൻസ് ചെയ്തിരിക്കാം ഇന്നത്തെ ദിവസം. അതേപോലെ ഒരു ബാലൻസിൽ എത്തണം. ആ ഒരു ഇംബാലൻസ് മനസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിനെ ഒരു ബാലൻസിൽ എത്തിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹരിക്കാം എന്നുള്ള രീതിയിൽ ഒരു സമാധാനപരമായ ഒരു സിറ്റുവേഷനിലേക്ക് അവർ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇത് തിരിച്ചു ആയിരിക്കാമേ, അങ്ങനെയും എടുത്തോളണം. ഏതൊക്കെയും കാർഡ് നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഡെവിൾ വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ദേഷ്യം, എന്ത് വഴക്ക്, എന്ത് സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം വിട്ടുപോകാൻ കഴിയാത്ത ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, മാനസികമായിട്ട് നിങ്ങൾക്ക് പരസ്പരം ഒരു വല്ലാത്ത മാഗ്നറ്റിക് പുള്ള് ഫീൽ ചെയ്യാറുണ്ട്. വഴക്കിട്ട് പോയാലും 1-2 ദിവസം പിണങ്ങിയിരിക്കാൻ പറ്റുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറം ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല. അത് പെട്ടെന്ന് തന്നെ പിണക്കം മാറി ഒന്നിച്ചു വരും. കാരണം രണ്ടുപേരും തന്നെ പരസ്പരം ഒബ്സസ്ഡ് ആണ് എന്ന് കാണുന്നു കേട്ടോ. തുടർച്ചയായിട്ട് പരസ്പരം ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലവേഴ്സ് വെച്ച് ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നെല്ലാം അവർ തീർച്ചയായിട്ടും ചിന്തിക്കാറുണ്ട്. ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ഒരു പാർട്ട്ണർ ആകുമ്പോൾ നാച്ചുറലി സ്നേഹമുള്ളവിടെ തോന്നുമല്ലോ, ദാറ്റ് ഇസ് ഫൈൻ. ഓക്കെ, അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ് തീർച്ചയായും ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ചിട്ട് ആ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്തണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ സമയം അവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ജോലി ഉണ്ടെങ്കിൽ അവർ ജോലിയിൽ 100% കൊടുക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയില്ല.
അവർക്ക് അവരുടെ ജോലി ഇമ്പോർട്ടൻ്റ് ആണ്, അവരതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, 7 ഓഫ് കപ്സ് വെച്ച് ഓവർ തിങ്കിങ് കൂടി കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്, ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകളും അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നും കാണുന്നു. ഓക്കെ, പ്രത്യേകിച്ച് വഴക്കിട്ടിരിക്കുവാണ്, വഴക്ക് പരിഹരിക്കും വരെ ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ചിരി എല്ലാം ഇവർക്ക് മനസ്സിൽ തുടർച്ചയായിട്ട് വരുന്നുണ്ട് എന്ന് തന്നെ കാണുന്നു. കാരണം നിങ്ങൾ ഒരു ഭയങ്കര കെയർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സ്നേഹം, ആ കരുതൽ അവർക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളിവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ ലൈഫിൽ അത്രയും ഉയർന്ന സ്ഥാനത്താണ് അവർ നിങ്ങളെ വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ഫ്യൂച്ചറും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ഓഫ് കപ്സ്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് വീണ്ടും രമ്യതയിൽ എത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാലേ അവർക്കൊരു സമാധാനമുള്ളൂ. നിങ്ങളോടൊന്നും പറയാതെ ഒന്ന് ഷെയർ ചെയ്യാതിരിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടിയായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ. കുറച്ച് കാർഡ്സേ എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഈ വഴക്കൊക്കെ മാറി നിങ്ങൾ ഒന്നിച്ചു വരുമോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ വീട്ടിൽ അങ്ങനെ ഒരു ഗുണം, ചുറ്റും കുറേ മരങ്ങളുണ്ട്. അത് കാരണം ഇങ്ങനെ കിളി ചിലകുന്നൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതൊരു പോസിറ്റിവിറ്റിയാണ് എപ്പോഴും. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം സ്നേഹമുള്ള, ഇഷ്ടമുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് കാണുന്നത് എന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് കാണിച്ചു തരൂ. വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് കാണിച്ചു തരൂ. മലന്ന് വരുന്ന കാർഡ്സ് എടുക്കാത്ത, ഷഫ്ലിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ, അവരുടെ പേഴ്സണുമായിട്ടുള്ള, അവർ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് കാണുന്നതെന്ന് പറഞ്ഞു തരുള്ളൂ. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എടുക്കട്ടെ. നമഃശിവായ. 9 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, Hermit, Strength, very good. 2 of Cups, very good. 3 of Wands, oh. Lovers, 4 of Cups. ചേർത്ത് പറയാം കേട്ടോ. 4 of Pentacles, 6 of Cups, Page of Pentacles, 6 of Pentacles, the World, Sun. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഭാവിയിൽ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിൻ്റെ വാല്യൂ വളരെയധികം പഠിക്കും എന്ന് കാണിക്കുന്നു കേട്ടോ. സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കൊടുത്തിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായാലും യാതൊന്നും പ്രവർത്തിക്കില്ല. നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്താലും ശരി, എന്ത് തന്നെ നിങ്ങൾ താണു കൊടുക്കില്ല അവരുടെ ഫ്രണ്ടിൽ. മനസ്സിലായില്ലേ? നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ടിൽ ലൈക്ക് അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും ശരി, ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവട്ടെ, ടെമ്പററി സെപ്പറേഷൻ ആവട്ടെ, നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ താണു കൊടുക്കില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്നാലും ശരി, ക്ഷമയോടെ വെയിറ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോകാനൊന്നും സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് അവരെ വളരെയധികം സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു റീയൂണിയന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഇനിഷ്യേറ്റീവ് എടുക്കും വരെ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യും. റീയൂണിയൻ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് റീയൂണിയനുമായിട്ട് വരും എന്ന് തന്നെയാണ് ആദ്യത്തെ ലൈനിൽ കാണുന്നത്. ഓക്കെ,
നിങ്ങൾ താണു കൊടുക്കില്ല ഒരിക്കലും. നിങ്ങൾ സെൽഫ് റെസ്പെക്ട്, നിങ്ങൾ സ്വയം സമ്പാദിക്കുന്ന, തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവരുടെ ഫ്രണ്ടിൽ നിങ്ങളുടേതല്ലാത്ത തെറ്റിന് വേണ്ടി താണു കൊടുക്കില്ല. നിങ്ങൾ രണ്ട് കാലിൽ നിന്ന് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കും. അവർക്ക് ബഹുമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ നിങ്ങൾ പെരുമാറും. അവരവരുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് റീയൂണിയന് വരുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അടുത്ത ലൈൻ 3 ഓഫ് വോൺസ്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ലോങ് ഡിസ്റ്റൻസുമാണ്. അവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സ്നേഹം തുറന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല, ഇൻസെക്യൂർ ആയിട്ട് ഫീലും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ നിങ്ങളെപ്പറ്റി വളരെ പൊസസീവ് ആണ് എന്ന പല രീതികളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ആണ്, പൊസസീവ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളെ ഈ സമയം അവർ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഭാവിയിലും അതെ, അവർക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ലോങ് ഡിസ്റ്റൻസിലായാലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവരവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യും എന്നും കാണുന്നു. അവരുടെ സ്നേഹം ഒരു വെളിപ്പെടുത്തും നിങ്ങളുടെ അടുത്ത് എന്നും കാണുന്നു ലവേഴ്സ് കാർഡ് വെച്ചിട്ട്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്ക് വളരെ തീവ്രമായിട്ട് തോന്നുന്ന സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം ഡിസ്ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അടുത്ത ലൈനിൽ കാണുന്നത് നിങ്ങൾ ലോങ് ടേം ഒരുമിച്ച് ഇരിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങളുടെ പേഴ്സണും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയാലും എന്ത് തന്നെ ആയാലും നിങ്ങൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തുന്നതായിട്ട് കാണുന്നു. സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റുക, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക ഈക്വലായിട്ട്, എന്നും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കുക. പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷനിൽ രണ്ടുപേരും തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ കാണുന്നു. ഗ്രാജുവലായിട്ട് ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഇടയിൽ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഗ്രാജുവലായിട്ട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷനിൽ എത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ലോങ് ടേം കണക്റ്റഡ് ആയിരിക്കും എന്നും കാണുന്നു. ഒന്നിച്ച് ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട്, ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഫ്യൂച്ചറിൽ അതായത് ലോങ് ടേം നിങ്ങൾ ഒരുമിച്ച് വരാനുള്ള സാധ്യതയുണ്ട് എന്നും കാണുന്നു. ഓക്കെ, അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ജോലി സംബന്ധമായിട്ടൊക്കെ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം രണ്ടിൽ ഒരാൾ, അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ അവിടെയും നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും കണക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഓൺ ആൻഡ് ഓഫ്, അതും ജോലി സംബന്ധമായിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ റെഗുലർ ആയിട്ട് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കാണാറുണ്ടാവുക. അവിടെയും നിങ്ങളുടെ ഇടയിൽ ഓർമ്മകൾ ഉണ്ട്. ആ ഓർമ്മകൾ നിങ്ങൾ ചെറിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവുമെന്നും കാണുന്നു. ലോങ് ഡിസ്റ്റൻസ് ഓൺ ആൻഡ് ഓഫ് ആണ്, വന്നു പോയിരിക്കുകയാണെന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ തുടർന്ന് പോകും. ലോങ് ടേം നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും എന്നും കാണുന്നു. ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇരിക്കുന്ന, ലോൺലിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പരസ്പരം ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആവും മെസ്സേജസ് വഴി അല്ലെങ്കിൽ കോൾ വഴി എന്ന് കാണുന്നു. അങ്ങനെ നിങ്ങളുടെ സ്നേഹം ബിൽഡപ്പ് ആവുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ ചിലർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസ് കാരണം ഒരു ടെമ്പററി മിസ്സിങ് എനർജി അവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ രണ്ടുപേരും എത്തുന്നതായിട്ടും തമ്മിൽ കാണാൻ ഇടയ്ക്ക് സാധിക്കുന്നതായിട്ടും തന്നെ കാണുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്ക് ഒരു റീയൂണിയൻ ചാൻസസും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്പണിംഗ് അവിടെ കിട്ടുന്നതായിട്ടും കാണുന്നു കേട്ടോ. സൺ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം ഒരുപാട് സന്തോഷം പകരുന്ന വ്യക്തികളാണ്. കാരണം സപ്പോർട്ടീവാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ മറ്റേ ആള് താങ്ങായിട്ട് നിൽക്കുന്നതായിട്ടും, ആ ഒരു എന്താ പറയുക, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയില്ലേ, അവര് സംശയിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പുഷ് ചെയ്യുക. അതേപോലെ തിരിച്ചും ഒരു എന്തെങ്കിലും ലൈഫിൽ സിറ്റുവേഷൻസ് ആണ്, തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുമല്ലോ, അന്നേരം കൈപിടിച്ച് കരകയറ്റാൻ നിങ്ങൾ പരസ്പരം തുണയായിട്ട് നിൽക്കാറുണ്ടെന്ന് തന്നെ കാണുന്നു. അത് സണ്ണിൻ്റെ എനർജിയാണ്, വളരെ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു പോസിറ്റീവ് ഫ്യൂച്ചർ ഉള്ളതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഒന്ന് പറഞ്ഞു തരൂ. വ്യൂവേഴ്സിൻ്റെ അവരുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ.
9 ഓഫ് കപ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വിഷ് ഫുൾഫിൽമെന്റിൽ എത്തി നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഏസ് ഓഫ് സ്വാർഡ്സ് കുറച്ച് കാർഡ്സ് 3 കാർഡ്സ് വെച്ച് എടുത്തിട്ട് പറയാം. ക്വീൻ ഓഫ് കപ്സ്, 8 ഓഫ് പെൻഡക്കിൾസ്, ദ മൂൺ, പേജ് ഓഫ് കപ്സ്. 9 ഓഫ് കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് എന്ന് അവർ മനസ്സിലാക്കും എന്ന് കാണുന്നു കേട്ടോ. ഏസ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അവർക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും എന്നും കാണുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു സംശയം അവിടെ അവർക്ക് ബാക്കി കിടക്കുന്നുണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ക്ലാരിറ്റി കിട്ടും എന്ന് കാണുന്നു. ക്വീൻ ഓഫ് കപ്സ് വെച്ച് രണ്ടുപേരും തന്നെ പരസ്പരം വളരെ ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്ഡ് ആവും എന്നും കാണുന്നു കേട്ടോ. വളരെയധികം സ്നേഹം, മിസ്സിങ് എനർജി എല്ലാം തന്നെ അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. 8 ഓഫ് പെൻഡക്കിൾസ് വെച്ച് രണ്ടുപേരും അവരവരുടെ ജോലിയിലേക്ക് വളരെ കൂടുതൽ ആയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും കേട്ടോ. റിലേഷൻഷിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും യാതൊന്നും ചെയ്യാതെ അങ്ങ് ഇരിക്കുകയല്ല, രണ്ടുപേരും തന്നെ അവരവരുടെ കരിയറിലേക്ക് ആവശ്യമുള്ളത്ര ശ്രദ്ധ ചെലുത്തുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയ വ്യക്തികളുമായിരിക്കാം കേട്ടോ. ഒന്നുകിൽ രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണ് നിങ്ങൾ തമ്മിൽ കാണാറുള്ളത് എന്ന് കാണുന്നു. വളരെയധികം മിസ്സിങ് എനർജി, ഇൻസെക്യൂരിറ്റി എല്ലാം തന്നെ അവിടെ ഫീൽ ചെയ്യും എന്നും കാണുന്നു കേട്ടോ. നിങ്ങൾ ഭാവിയിലും ജോലി സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അതേപോലെ മൂൺ വെച്ചിട്ട് ഒരു മിസ്സിങ് എനർജി, മിക്കവാറും ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്കായിരിക്കണം. ഒരു മിസ്സിങ് എനർജി അവിടെ ഉണ്ടാവുമെന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. മിസ് ചെയ്യുന്ന ലെവലിൽ, കാരണം എനിക്ക് തോന്നുന്നു ജോലി സംബന്ധമായിട്ട് ഓൺ ആൻഡ് ഓഫ് ആണ് നിങ്ങൾ തമ്മിൽ കാണുന്നത് എന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും എന്നും കാണുന്നു. യു വിൽ ബി കണക്റ്റഡ്. രണ്ടുപേരും തന്നെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പരസ്പരം ഫോളോ ചെയ്യുകയും മെസ്സേജ്, കോള് അങ്ങനെയൊക്കെ കണക്റ്റഡ് ആയിരിക്കുകയും ചെയ്യും. കാണുന്ന സമയത്ത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉള്ളവർക്ക് തമ്മിൽ കാണുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരേ ഒരു ലാസ്റ്റ് കാർഡ് എടുക്കാം. ലാസ്റ്റ് കാർഡ് എടുത്തിട്ട് നിർത്താം. ഏസ് ഓഫ് കപ്സ്. യെസ്, ഭാവിയിലും വളരെയധികം സ്നേഹത്തോടെ നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കുറേ അധികം സിനാറിയോസ് നമുക്ക് ഇവിടെ കണക്ട് ആയി. എനിക്ക് ഇന്ന് അധികം ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരുടെ ഒരേ ഒരു കാർഡ് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കി അല്ലാതെ ഉള്ള ലോങ് ഡിസ്റ്റൻസ് ആരുടെയാണ് വളരെ കൂടുതലായിട്ടെന്ന് കണക്ട് ആയത്. ഓക്കെ, അപ്പൊ എന്ത് തന്നെയാലും കാർഡ് കണക്ട് ആയതിനനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നാളെയോ വല്ലതും നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്പെസിഫിക് ആയിട്ട് കറണ്ട് എനർജീസ് നോക്കാം കേട്ടോ. നിങ്ങൾ ചോദിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ വേറെ എന്താണ്, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ, കമൻറ്റും ചെയ്യണേ. അതുപോലെ പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്മുടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ലൈവിൻ്റെ കാര്യം, ലൈവ് ഞാൻ മോസ്റ്റ് പ്രോബബ്ലി വരുന്ന തേഴ്സ്ഡേ സബ്സ്ക്രൈബേഴ്സ് ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ലൈവാണ്, മെമ്പേഴ്സ് ലൈവ് അല്ല. ഓക്കെ, അപ്പോൾ അതുമായി വേറെന്താണ്, ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.